കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരച്ച് ഈവൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വരെ ആ ചിത്രങ്ങൾ നൽകി വളരെ പ്രശസ്തമായ സൈബർ ഇടങ്ങളിലൊക്കെ വളരെ പ്രശസ്തമായ ഒരു താരം തന്നെയാണ് ജസ്ന സലീം. ജസ്ന സലീമിനെ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം. ഒരു വ്ളോഗറാണ്, യൂട്യൂബർ കൂടിയാണ് ജസ്ന സലീം. ഏതായാലും ജസ്ന സലീം പലപ്പോഴൊക്കെ വിവാദങ്ങളിലും പെടാറുണ്ട്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുകയും അവിടെ വെച്ചുള്ള കേക്ക് മുറിയും അത് പിന്നെ ഈ പറഞ്ഞോണ കേസിലേക്ക് പോവുകയും ഹൈക്കോടതിയുടെ പരാമർശം വരികയും ഒക്കെ പല വിധത്തിൽ ജസ്ന സലീം അത് ഒരു മുസ്ലിം യുവതിയാണ്. ആ ഒരു മതവിഭാഗത്തിൽ നിന്നും അല്ലാതെ ഹിന്ദു മതവിഭാഗത്തിൽ നിന്നും ഇരു മതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ വിമർശനങ്ങൾ നേരിട്ട ഒരു യൂട്യൂബറാണ്, ഒരു യുവതിയാണ് ജസ്ന സലീം. ഏതായാലും ജസ്ന സലീം ഇപ്പോൾ വീണ്ടും ഒരു വിവാദങ്ങളിലേക്ക് നിറയുകയാണ്. ഇപ്പോൾ ജസ്ന പറയുന്നത് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് പ്രശസ്തയായ മുസ്ലിം കുട്ടി എന്നുള്ള ഇത് മാറ്റണം. കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് പ്രശസ്തിയായ കുട്ടി എന്ന് മാത്രം മതി, മുസ്ലിം എന്ന് എനിക്ക് വേണ്ട, ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം യുവതി എന്നുള്ള രീതിയിലാണ്, അതായത് ഒരു മുസ്ലിം യുവതി കൃഷ്ണന്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരികയും കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുകയും അങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് എത്തുകയും. ഇപ്പം ഈ കൃഷ്ണന്റെ ചിത്രങ്ങൾ തന്നെ വരച്ച് ഏകദേശം 750 ചിത്രങ്ങൾ വരച്ച് വിറ്റ് ഒരു വീടൊക്കെ പുള്ളിക്കാരി വെച്ചിരിക്കുകയാണ്. നല്ലൊരു വീട്, ഭവനം ഈ ഒരു ചിത്രങ്ങൾ വരച്ച് വിറ്റതിലൂടെ കിട്ടിയ ലാഭത്തിൽ നിന്നും വെച്ചതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വീടിൻ്റെ പാലുകാച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഒരു വാർത്താ മാധ്യമത്തിൽ കൊടുത്ത പരാമർശമാണിത്. എന്നെ ഇനി മുസ്ലിം ഇതായിട്ട് നിങ്ങൾ കാണണ്ട, എനിക്ക് മതം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഹിന്ദുവിലേക്ക് മാറിയോ, ഹിന്ദു മതവിഭാഗത്തിലേക്ക് മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ജസ്ന പറയുന്നുണ്ട്, എന്നെ ഒരു മതവിഭാഗത്തിൽ പെടുത്തണ്ട, എനിക്കതിൽ താല്പര്യമില്ല, എന്നെ ഇനി മുസ്ലിം ഇതായിട്ട് വേണ്ട. തട്ടമൊക്കെ ഇട്ടാണ് എപ്പോഴും നമ്മൾ ജസ്നയെ കാണുന്നത്. പക്ഷേ തട്ടമൊക്കെ ഊരി മാറ്റി ആ ഒരു മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ തട്ടമൊക്കെ ഊരി മാറ്റി സാധാരണ പോലുള്ള വസ്ത്രമൊക്കെ ധരിച്ചാണ് ജസ്നയെ കാണുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും വലിയൊരു കടുത്ത തീരുമാനമാണ് ജസ്ന എടുത്തത്. പ്രത്യേകിച്ച് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ജസ്ന മാറുമ്പോൾ അതിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ കുട്ടികൾക്കാണെങ്കിലും മദ്രസയിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് തിക്താനുഭവങ്ങൾ ആ ഒരു മതവിഭാഗത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി കേക്കും മുറിച്ചു അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ കാണിച്ചതിന് റീലുകളൊക്കെ ചെയ്തതിന് ഈ ഒരു ഹിന്ദു വിഭാഗത്തിൽ നിന്നും ഒരുപാട് തിക്താനുഭവങ്ങൾ ജസ്നയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ജസ്നയെ അനുകൂലിച്ചിരുന്നു. പക്ഷേ ഇത് ഓവർ ആവാൻ തുടങ്ങിയപ്പോഴത്തേന് ഗുരുവായൂർ അമ്പലത്തിൽ കയറി കളിക്കത്തക്ക രീതിയിലുള്ളതൊക്കെ ആയപ്പോഴേക്കും ആൾക്കാർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാൻ ശ്രമിച്ചു. എന്ത് തന്നെയാലും ഇപ്പോൾ കൃഷ്ണനെ തന്നെ വെച്ച് പണം ഉണ്ടാക്കി ഒരു വീടൊക്കെ വെച്ചിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്തായാലും ഇനി എനിക്ക് എന്നെ ഒരു മതവിഭാഗത്തിൽ പെടുത്തണ്ട എന്ന് പറയുന്നത് അത് അവരുടേതായ നിലപാട്, അവരുടേതായ കാര്യം. പക്ഷേ എന്തായാലും കൃഷ്ണനെ വിറ്റ് തന്നെയാണ് കാശുണ്ടാക്കിയിരിക്കുന്നത് എന്ന് പൊതുവേ തന്നെ പറയാം. ഗുരുവായൂർ അപ്പനെ തന്നെ പടം വരച്ച് എന്തായാലും വിറ്റ് അത് നല്ലൊരു കാര്യം തന്നെയാണ്. അവരവരുടെ കഴിവിൽ അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ഊന്നി പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ ചിത്രങ്ങൾ വിൽക്കുകയും ഒരു വീട് സമ്പാദിക്കുകയും ചെയ്തു. സാധാരണ ഒരു കുടുംബത്തിൽ ജീവിച്ച ഒരു മുസ്ലിം യുവതിയാണ്. ഭർത്താവ് 2 കുട്ടികളും ഒക്കെ ആയിട്ട് താമസിച്ചിരുന്ന പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ട് കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബ വീട്ടിൽ നിൽക്കുക. അപ്പോൾ ജസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളായിട്ട് നിങ്ങൾ കൃഷ്ണൻ്റെ പടം വരച്ചു ഗുരുവായൂർ പോകുന്നു, ഗുരുവായൂരപ്പനോട് ഭയങ്കര അഭേദ്യമായ ഇഷ്ടമെന്ന് പറയുന്നു, എന്നിട്ട് നിങ്ങൾ ഇതുവരെ അത് മാറ്റിയില്ലല്ലോ, ഇപ്പം എന്താണ് അങ്ങനെ മാറ്റാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു കുടുംബത്തിൽ താമസിക്കുന്നതാണ്, അച്ഛൻ്റെ അവരുടെ ബാപ്പയുടെ ഉമ്മയുടെയൊക്കെ കൂടെ താമസിക്കുക. അവർ ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ഒരംഗമായിട്ട് ഞാൻ താമസിക്കുന്നിടത്തോളം കാലം എനിക്കതിൽ നിന്ന് മാറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സ്വാതന്ത്ര്യമില്ലാഞ്ഞിട്ട് കൂടി എൻ്റെ ഉള്ളിലെ ആശയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ഇഷ്ടങ്ങൾ ഞാൻ മറച്ചു വെച്ചുകൊണ്ടാണ് വീട്ടിൽ താമസിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വീട് കിട്ടി. അത് കൃഷ്ണൻ്റെ പടം വരച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ വീട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്ത് തീരുമാനവും എൻ്റേതായ എന്ത് തീരുമാനങ്ങളും എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ തട്ടമൂരി മാറ്റി ആ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങളോട് കാണിക്കുന്നു എന്നൊക്കെ തരത്തിലാണ് ജസ്ന പറഞ്ഞത്. ഏതായാലും അത് ആ ഒരു നിലപാട് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അത് ഓരോരുടെ ഇഷ്ടങ്ങളാണ്. നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്ന് വെച്ച് നിങ്ങൾ വേറൊരു തരത്തിൽ ഞാനിപ്പോൾ പാലുകാച്ചി നടത്തിയപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം എനിക്കറിയില്ല, നിസ്കാര സമയം കഴിഞ്ഞിട്ടുള്ള
സമയത്ത് ഞാൻ പാല് കാച്ചി എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടതിന് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വന്നു. അപ്പം മുസ്ലിം എന്ന ഒരു പേര് മാറ്റി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മാറി ആ മതവിശ്വാസത്തിന് മാറിയെന്ന് നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ നിസ്കാരം? അപ്പോൾ ജസ്റ്റ് ഞാൻ പറയാം, ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ല പാല് കാച്ചിയെന്നല്ല പറഞ്ഞത്, ആ സമയം കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പയും ഉമ്മയും അവരുടെ വിശ്വാസമാണ്, അവരുടെ വിശ്വാസപ്രകാരം കയറി, കൂടെ ഞാനും കയറി, അത്രയേ ഉള്ളൂ. ഞാൻ ഒരിക്കലും കൃഷ്ണൻ്റെ പടം വെച്ച് തന്നെയാണ് വരച്ച് തന്നെയാണ് ഈ വീട് എനിക്ക് കിട്ടിയത്. പക്ഷേ എന്ന് വെച്ച് ഞാൻ പൂജ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോമം ചെയ്തിട്ടോ അല്ല ഞാൻ വീടിൻ്റെ പാല് കാച്ചി നടത്തി. അതുകൊണ്ട് നിങ്ങൾ എന്നെ മറ്റേ വിഭാഗത്തിലും പെടുത്തണ്ട. എനിക്ക് മതമില്ലാതെ എനിക്കൊരു മനുഷ്യ സ്ത്രീയായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളത് ജസ്റ്റ് പറയുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഒരു പക്ഷേ അവർക്ക് ഈ രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നും ഉള്ള തിക്താനുഭവങ്ങളായിരിക്കും. എന്നിട്ട് അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, എൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിൽ നിന്ന് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് ആരോടും പറയേണ്ട കാര്യമില്ല. എനിക്ക് ഏത് ദൈവത്തെയാണോ ഇഷ്ടം അത് എൻ്റെ ഉള്ളിലുണ്ട്, അത് എൻ്റെ മരണം വരെ അങ്ങനെ നിലനിൽക്കുക തന്നെ. എനിക്ക് ആരെയും ഒരു ദൈവത്തിലുള്ള വിശ്വാസം ബോധിപ്പിക്കുക, അത് ഒരു വലിയ പോയിന്റായിട്ട് എനിക്ക് തോന്നി. കാരണം വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ തട്ടമിട്ടോ അല്ലെങ്കിൽ സിന്ദൂരം അണിഞ്ഞോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞോണം ഇതൊക്കെ ചെയ്തോ ഒന്നും ഓരോ കൊന്തയണിഞ്ഞോ ഒന്നും നിലനിൽക്കേണ്ടുന്ന കാര്യമില്ല. ഓരോ മനുഷ്യനിലും ഓരോ ഈശ്വരനിലുള്ള വിശ്വാസം, ഏത് മതത്തിലാണോ വിശ്വാസം ഉള്ളിലാണുള്ളത്. അത് മറ്റൊരാളെ കാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. എന്തായാലും ജസ്റ്റ് ഞാൻ പറഞ്ഞ നിലപാട് അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കട്ടെ. പക്ഷേ ജസ്റ്റ് മറന്നു പോകരുത്, കൃഷ്ണനെ വിറ്റ് തന്നെയാണ്, കൃഷ്ണൻ്റെ പടങ്ങൾ വിറ്റ് തന്നെയാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ് ജസ്റ്റിക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം നേടിത്തന്നത്. എന്തായാലും ഗുരുവായൂരപ്പനെ ജസ്റ്റ് മറക്കത്തില്ലായിരിക്കും. പക്ഷെ കൂടുതൽ വിവാദങ്ങളിലൊക്കെ പോകാതെ ഈ ഓവർ മതത്തിൽ മറ്റുള്ള ഈ പറഞ്ഞോണം ഹിന്ദു മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു ഈ പറഞ്ഞോണം ചില സമയത്തൊക്കെ മുറിവുകൾ ഉണ്ടാക്കി ജസ്റ്റ് അവരെ വെറുപ്പിക്കുന്ന ആയി പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഓവർ ആക്ടിങ് ഒക്കെ കാണിച്ച് വെറുപ്പിക്കുന്ന തരത്തിലൊക്കെ ആക്കാതെ മാന്യമായിട്ട് കൃഷ്ണൻ്റെ ചിത്രം തന്നെ നിങ്ങൾ വരച്ചോളൂ, നിങ്ങൾ അത് തന്നെ വിറ്റ് സമ്പാദിച്ചോളൂ, അത് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈശ്വരൻ തന്ന ഒരു കഴിവല്ലേ. അതിൽ യാതൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ യാതൊരു വിദ്വേഷമോ ഈ പറയുന്ന ആൾക്കാർക്കൊന്നുമില്ല. പക്ഷെ ഇതങ്ങ് ഓവറാകുമ്പോഴാണ്, മറ്റു മതത്തിലേക്ക് കയറി കളിക്കുന്ന തരത്തിലുള്ള ഓവറാകുമ്പോഴാണ് അവിടെ ഒരു വർഗീയതയും വിഷവും അല്ലെങ്കിൽ വിരോധവും ഒക്കെ വരുന്നത്, വിരോധാഭാസവും വരുന്നത്. എന്തായാലും അത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനി എന്തായാലും ജസ്ന പറയുന്നുണ്ട്. അപ്പം ഇവർ 1-2 പേര് ജസ്നയോട് ചോദിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മരണപ്പെടുവാണെങ്കിൽ പള്ളിയിലെ ആ ഒരു സെമിത്തിയിൽ അത്തരത്തിലായിരിക്കും അടക്കുന്നത്. അതിന് പറയുന്നൊരു പേരുണ്ട്, അപ്പം പള്ളിമഴ. അപ്പം ഇത്തരത്തിൽ ഇനി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ മൃതദേഹം സംസ്കരിക്കുന്നത് എന്നുള്ള ചോദിച്ചപ്പോൾ അത് ജസ്ന തന്നെ മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വീടിൻ്റെ പുറംഭാഗത്ത് ഞാൻ കുറച്ച് മണ്ണ് അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വേണമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. കാരണം എൻ്റെ ഭർത്താവിനോടും പറഞ്ഞിരുന്നു, അദ്ദേഹവും ഞാനും പരസ്പരം സംസാരിച്ചിരുന്നു ഈ കാര്യത്തെപ്പറ്റി. അപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനമാണ് കുറച്ച് മണ്ണ് കുറച്ച് ഭൂമി എടുത്ത് മാറ്റിയിട്ടേരെ, നമുക്ക് വേറെങ്ങും പോകണ്ട, നമ്മുടെ മരണശേഷം വേറെ ആരും എങ്ങും എടുത്തുകൊണ്ട് പോകത്തില്ല, അത് ഇവിടെ തന്നെ അടക്കണം, എല്ലാം മണ്ണിലോട്ട് തന്നെയല്ലേ ചേരുന്നത്. പക്ഷേ ജസ്ന എന്ന മുസ്ലിം യുവതി ഒരുപാട് കാര്യങ്ങൾ അവർ പലപ്പോഴും വിമർശനങ്ങളും വിവാദങ്ങളും ഞാനും പലപ്പോഴും അവരുടെ കാര്യങ്ങളിലൊക്കെ എതിർത്തിരുന്നു, പലപ്പോഴായിട്ട് ഞാനും എതിർത്തിരുന്നു. കാരണം ഈ ഓവറായിട്ടുള്ള മറ്റു മതങ്ങളിൽ കയറിയുള്ള കളികളൊക്കെ അത് ഒരു പക്ഷേ ഞാനും ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിനകത്ത് കയറാൻ ശ്രമിക്കുക, കേക്ക് മുറിക്കുക, ഇതൊക്കെ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിനൊക്കെ എതിരായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഞാനും എതിർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ചില ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, മനുഷ്യനായിട്ട് ജീവിക്കുക. മതം ഒരുപാട് മനുഷ്യനെ വ്രണപ്പെടുത്താറുണ്ട്, മതം ഒരുപാട് മനുഷ്യനെ തീവ്രവാദമാക്കാറുണ്ട്. അതൊക്കെയായിരിക്കും ഒരു പക്ഷേ പരസ്പരം മനുഷ്യർ തമ്മിലുള്ള കൊല്ലിനും കൊലയ്ക്കും ഒക്കെ കാരണം. അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെയൊക്കെ മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ഒരു മെസ്സേജ് കൂടി ജസ്ന നമുക്കൊക്കെ തരുന്നുണ്ട്. ജസ്ന ഒരു മതവിശ്വാസത്തിലും ഞാൻ ഇന്നതാണെന്ന് പറയാതെ എനിക്ക് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ വിശ്വാസം അവരുടെ ഉള്ളിലാണ്. അത് ഏത് വിശ്വാസവും ആയിക്കോട്ടെ, ഒരു പക്ഷേ അവർ മുസ്ലിം ഇതിൽ തന്നെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ആയിരിക്കും അവർ ഭക്തിയോടെ സ്നേഹിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും അവരത് പുറത്തു പറയുന്നില്ല, അത് വിശ്വാസം ഉള്ളിൽ തന്നെയാണ്. ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് പുറത്ത് പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കേണ്ടെന്ന യാതൊരു കാര്യമില്ല. എന്നാൽ എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. ആ മതങ്ങൾക്ക് വിദ്വേഷം വരുത്തുന്ന തരത്തിലുള്ള രീതിയിൽ നമ്മൾ പെരുമാറാതെ ഇരിക്കുക, എല്ലാ മതങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യനാകുന്നത്. അവിടെയാണ് യഥാർത്ഥ മനുഷ്യൻ ജനിക്കുന്നത്. ഈ ഒരു തത്വം എന്തായാലും ജസ്ന നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു മെസ്സേജാണ്. എന്തായാലും ഒരുപാട് വിവാദങ്ങളിലൊക്കെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വരെ മദ്രസയിൽ നിന്നൊക്കെ ഒരുപാട് തിക്താനുഭവങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്.
എന്ത് തന്നെയായാലും അവർ അങ്ങനെ തന്നെ നല്ല രീതിയിൽ ജീവിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ ചിത്രങ്ങൾ ഇനിയും വരച്ച് ആർക്കും ഒരു വിദ്വേഷമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഒരു സാമാന്യ രീതിയിലൊക്കെ ജീവിച്ച ജസ്നെ ഒരു പക്ഷേ ഇനിയും മലയാളികൾ ഇഷ്ടപ്പെടും. ജസ്നയ്ക്ക് വീടല്ല, ഇനിയുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും ഗുരുവായൂരപ്പനിലൂടെ തന്നെ കിട്ടട്ടെ.